ശക്തമായ ത്രികോണ പോരാട്ടമാണ് ഇക്കുറി തിരുവനന്തപുരം മണ്ഡലത്തിൽ കാണാൻ പോകുന്നത്. ആസൂത്രണ രംഗത്തെ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തുമുള്ള UDFന്റെ CP ജോണിനെയാണോ, മണ്ഡലത്തിലെ സുപരിചിതനായ BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനെയാണോ, ജനപ്രിയ താരം LDF സ്വതന്ത്രനായി മത്സരിക്കുന്ന സുധീർ കരമനയെയാണോ വോട്ടർമാർ ചേർത്തു നിർത്തുക എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും മത്സരം ഇങ്ങനെ തീപാറുമ്പോൾ അതിന്റെ ഒരു ഫലം പ്രവചനാതീതമാവുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭരണസിരാ കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം സെൻട്രൽ. UDF ആണ് ഇവിടെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പക്ഷേ ഘടകകക്ഷിയായ CP ജോണിന് മണ്ഡലം വിട്ടു നൽകിയതിൽ കടുത്ത എതിർപ്പ് പരസ്യമാക്കി കോൺഗ്രസ് രംഗത്ത് വന്നതിലൂടെ ആദ്യമേ ശ്രദ്ധാകേന്ദ്രമായി. തുടർന്ന് ആന്റണി രാജുവിനായി CPM-ഉം വിമതരെ ലക്ഷ്യമിട്ട് BJP-യും സീറ്റ് ഒഴിച്ചിട്ട് കാത്തിരുന്നതും മറ്റൊരു കൗതുകമായി. LDF-ഉം NDA-യും ഏറ്റവും ഒടുവിലായി മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും 3 പേരും കളം നിറഞ്ഞ് പോരാടുകയാണ്. ഇത്തവണ ഉറച്ച സീറ്റ് CP ജോണിന് നൽകണമെന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രത്യേക താൽപര്യമാണ് പ്രാദേശിക എതിർപ്പ് പോലും തള്ളി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സാമ്പത്തിക രംഗത്തെ വൈദഗ്ധ്യവും അനുഭവ സമ്പത്തും ഉയർത്തിക്കാട്ടി തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിനായുള്ള വ്യക്തമായ പദ്ധതികളാണ് വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തീരദേശ വോട്ടുകൾ ഏറെ നിർണായകമാകുന്ന മണ്ഡലത്തിൽ സാമുദായിക പിന്തുണ ഉറപ്പിക്കുകയാണ് CP ജോൺ. എന്നാൽ മണ്ഡലത്തിൽ സുപരിചിതനായ BJP സിറ്റി ജില്ലാ പ്രസിഡന്റും കൗൺസിലറുമായ കരമന ജയനിലൂടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടമാണ് NDA ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രിയുടെ വികസന നയങ്ങളും നഗരത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനവും മുൻനിർത്തിയാണ് വോട്ട് തേടുന്നത്. ചലച്ചിത്ര താരമെന്ന നിലയിൽ ജനങ്ങൾക്ക് സുപരിചിതനാണ് സുധീർ കരമന. സിറ്റിംഗ് മണ്ഡലം നിലനിർത്താൻ യുവാക്കളുടെയും കലാസാംസ്കാരിക പ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF. പ്രചാരണ രംഗത്തെ ആന്റണി രാജുവിന്റെ അസാന്നിധ്യം ചർച്ചയായെങ്കിലും വോട്ടർമാരെ അതൊന്നും ബാധിക്കില്ല എന്നാണ് കണക്കുകൂട്ടൽ. BJP-യുടെ പടിപടിയായുള്ള വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. നിലവിൽ കോർപ്പറേഷനിലെ ഈ മണ്ഡലം സ്ഥിതി ചെയ്യുന്ന 25 വാർഡുകളിൽ 13ഉം BJP കൗൺസിലർമാരാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ 31% വോട്ടുകളാണ് BJP സമാഹരിച്ചത്. നഗരത്തിലെ ഡ്രെയിനേജ് പ്രശ്നങ്ങളും കുടിവെള്ള ലഭ്യതയും സ്മാർട്ട് സിറ്റി പദ്ധതിയും വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. വിഴിഞ്ഞം തുറമുഖവും തീരദേശ പ്രശ്നങ്ങളും വോട്ടിന്റെ ഗതിയെ ബാധിക്കുമെന്നതിലും തർക്കമില്ല. അടിയൊഴുക്കുകൾ എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാവുന്ന മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതം തന്നെയാണ്. അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്.